കേൾക്കാം കേൾക്കാം. ഈ മത്തിക്കൊക്കെ ഇങ്ങനെ വില കൂടുമ്പോ സാധാരണ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന പോലെ തന്നെയാണ് ഹോട്ടൽ വ്യാപാരത്തെയും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പൊ കച്ചവടമൊക്കെ? കിട്ടുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ പോകുന്നു? ഇത് നമ്മളുടെ ഈ തെക്കൻ കേരളത്തില് ചാള വളരെ എന്താ പറയുന്നത്, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൈഡ് ഡിഷാണ്. നമ്മളെ പോലുള്ള റെസ്റ്റോറന്റുകളിൽ ഊണിനൊപ്പം ഈ സമയങ്ങളിൽ മത്തിക്കറി, മത്തി ഫ്രൈ, ഇവിടെ ഇത് ചാള അല്ലെങ്കിൽ മത്തി എന്നാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ പറയുന്നത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ നമ്മളുടെ മത്തിക്കറി. അപ്പോ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് കൊല്ലം ഹാർബറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റെസ്റ്റോറന്റാണ്. കൊല്ലം ഹാർബറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റെസ്റ്റോറന്റാണ്. ഹാർബറിൽ നിന്ന് നമ്മൾ നേരിട്ട് ലേലത്തിന് മത്സ്യത്തൊഴിലാളികളുടെ നിന്ന് എടുക്കുമ്പോൾ പോലും ഹാർബറിലെ വില പോലും നമുക്ക് 300-320 വരെ പോകുന്നുണ്ട്. അത് ഓപ്പൺ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ 400 രൂപ വരെ വന്നിട്ടുണ്ട്. എങ്കിൽ ഇപ്പോ ഞങ്ങൾക്ക് ലഭിക്കുന്ന വില ഒരു 300-320 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഇപ്പൊ മത്തി കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു ഇത് സാധാരണക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മത്തി. ഒരു ശരാശരി ഒരു ഊണിനൊപ്പം 2 മത്തി ഫ്രൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ തുഷാരാണ് എന്ന് സങ്കല്പിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ സാധാരണ മലയാളികൾ. അപ്പൊ ഇത് 2 മത്തി എന്നുള്ളത് നമുക്ക് ഒന്നായി കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വില കൂട്ടേണ്ടി വരും. പക്ഷെ എന്തോ ഇപ്പൊ നമ്മള് വില അധികം ഈ സാധാരണക്കാരന്റെ ഒരു ഭക്ഷണമായിട്ട് മത്തിയുടെ വില അധികം കൂട്ടാതെ പിടിച്ചു നിൽക്കുകയാണ്. ഇനിയും ഈ മാർക്കറ്റിൽ വില കൂടിയാൽ നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ വരും. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണ ഈ മത്തി നമുക്ക് നന്നായി കിട്ടുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഈ സമയത്ത് നമ്മുടെ ട്രോളിംഗ് നിരോധനമാണ്. യന്ത്രവൽകൃത ബോട്ടുകൾ പോകാതിരിക്കുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് നല്ല മത്തി നമുക്ക് ഈ കേരള തീരത്ത് കിട്ടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വില കുറയുമെന്നൊക്കെയാണ് ഈ മേഖലയിലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം. തീർച്ചയായും ശ്രീമതി